ഹലോ അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അടിപൊളി ഗോൾഡ് ഫേഷ്യൽ കിറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്കിന്ന് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗോൾഡ് ഫേഷ്യലും കൂടെയാണ്. പിന്നെ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്ലോവിങ് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനൊക്കെ ആവുന്നുണ്ട് നമ്മുടെ ഫേസ്. നല്ല റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടെയാണ് കേട്ടോ ഈ ഒരു ഫേഷ്യൽ കിറ്റ്. പിന്നെ ഇപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം എങ്ങനെയാലും 2000 ആ ഒരു റേറ്റ് വരും അല്ലേ. ആ ഒരു സ്ഥാനത്ത് നമുക്ക് വെറും ചുരുങ്ങിയ ചിലവിൽ നമ്മൾ ഫ്രീ ടൈമിൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ് ഇത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ പിമ്പിൾസ് ഉള്ളവർ പ്രത്യേകിച്ച് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. അതുപോലെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഗോൾഡ് ഫേഷ്യൽ കിറ്റ്. അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ MRP നമുക്ക് 260 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരു റേറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ മിനിമം 2000 അപ്പോൾ നമുക്ക് വരുന്നുണ്ട് ഗോൾഡ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്രയൊന്നും റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രീ ടൈം എപ്പോഴാണോ നോക്കി ആ സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ബെസ്റ്റ് നമ്മൾ രാത്രിയിൽ ഫേഷ്യൽ ചെയ്യുന്നതാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് നമ്മൾ രാത്രി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് കണ്ടില്ലേ 6 പേക്കുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഇതിൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6 ഇങ്ങനെ 6 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരാൾക്കും ഫസ്റ്റ് ടൈം ആണെങ്കിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. മാറിപ്പോവാണ്ട് തന്നെ നമുക്ക് ഓരോ പാക്ക് സ്റ്റെപ്പായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വന്നിട്ടുള്ളത് വെച്ചാൽ നമുക്ക് ഇതിൽ ഗോൾഡ് ഡസ്റ്റാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ലെമൺ ഓയിൽ, ബേസിൽ എക്സ്ട്രാക്റ്റ്, മൾബറിയുടെ എക്സ്ട്രാക്റ്റ്, പപ്പായ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്, ഓറഞ്ച് ഓയിൽ, അതുപോലെ ഷിയ ബട്ടർ, അലോഡ എക്സ്ട്രാക്റ്റ്, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങി കൊക്കോ ബട്ടർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫേഷ്യലിൽ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്റ്റെപ്പ് 1 അതായത് സ്ലോഗയുടെ ഗോൾഡ് ക്ലെൻസർ ആണ്. ക്ലെൻസർ നമ്മൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷമാണ് ക്ലെൻസർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കുറച്ചതിന് പകുതി പോഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി കളയുക. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ഗോൾഡ് സ്ക്രബാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയുക കൂടുതലായിട്ട് പിമ്പിൾസ് ഉള്ള ഭാഗങ്ങളൊന്നും സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം പിമ്പിൾസ് ഒക്കെ പൊട്ടിയിട്ട് അത് പരക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പിമ്പിൾസ് ഉള്ളവർ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ പറയുക ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണം ഏറ്റവും നല്ലത്. അതുപോലെ നമുക്ക് അതിനുശേഷം നമ്മൾ നല്ലവണ്ണം തന്നെ എന്തെങ്കിലും ടവൽ വെച്ചിട്ടൊന്ന് എന്താ പറയുക അത് തോർത്തി കളയുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 3 ആണ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 3 നമുക്ക് ഗോൾഡ് ക്രീമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതും തന്നെ 10 to 12 മിനിറ്റ്സ് നമ്മൾ നല്ലൊരു കഠിനമായിട്ട് പ്രഷർ കൊടുക്കാതെ നമ്മൾ നല്ല സർക്കുലർ മോഷനിൽ തന്നെ നമ്മളിത് ഒരു 10 to 12 മിനിറ്റ്സ് ആണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുപോലെ സ്റ്റെപ്പ് 4 നമുക്ക് ഗോൾഡ് ജെല്ലാണ് വന്നിട്ടുള്ളത്. അതും തന്നെ നമുക്ക് ജെന്റ്ലി ആൻഡ് സ്ലോലി അതായത് നമ്മൾ പതുക്കെ നമ്മൾ 10 to 12 മിനിറ്റ്സ് സർക്കുലർ മോഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നല്ലോണം തന്നെ ആ ജെല്ല് അബ്സോർബ് ആയിട്ട് വരും. ആ സമയം വരെ നമ്മളത് മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നല്ലൊരു എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റെപ്പ് 5 നമുക്ക് ഗോൾഡ് മാസ്ക് ആണ് വന്നിട്ടുള്ളത്. അതും തന്നെ നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളത് വെള്ളത്തിൽ കഴുകി കളയാം. അതിനുശേഷം നല്ലോണം തന്നെ തോർത്തിയതിനു ശേഷം ലാസ്റ്റാണ് നമ്മൾ സ്റ്റെപ്പ് 6 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഗോൾഡ് സിറം. ഈ സിറം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 4-5 ഡ്രോപ്സ് എടുത്തതിന് ശേഷം നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ പാക്കിൻ്റെ പകുതി പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2 to 3 മിനിറ്റ്സ് നമ്മൾ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് നല്ലോണം തന്നെ അബ്സോർബ് ആയിട്ട് പോകും. അപ്പോൾ 3 സ്റ്റെപ്സാണ് നമുക്ക് ഈ ഒരു ഫേഷ്യൽ കിറ്റ് വന്നിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ കിറ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ചുരുങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.